ഉത്തർപ്രദേശിലെ സംഭൽ സംഘർഷത്തിൽ സമാജ്വാദി പാർട്ടി MP സിയ ഉർ റഹ്മാൻ ബാർക്ക് ഉൾപ്പെടെ 23 പേർക്കെതിരെ കുറ്റപത്രം. 1000 പേജുള്ള കുറ്റപത്രമാണ് പ്രത്യേക MP-MLA കോടതിയിൽ സമർപ്പിച്ചത്. പ്രകോപനപരമായ പ്രസ്താവനകളും കലാപാഹ്വാനങ്ങളും സംഘർഷത്തിലേക്ക് നയിച്ചെന്ന് കണ്ടെത്തൽ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, വിശദാംശങ്ങൾ. രോഹിണി, ഉത്തർപ്രദേശ് സംഭൽ സംഘർഷത്തിൽ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ സമാജ്വാദി പാർട്ടി MP സിയ ഉർ റഹ്മാൻ ബാർക്ക്, കൂടാതെ സമാജ്വാദി പാർട്ടിയുടെ തന്നെ MLA ഇക്ബാൽ മഹമ്മൂദിന്റെ മകൻ സുഹൈൽ ഇക്ബാൽ തുടങ്ങി 23 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 800-ലധികം പേരും കുറ്റക്കാരാണ് എന്നുള്ളത് പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വളരെ കൃത്യമായും കലാപാഹ്വാനം നടത്തുകയും സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ നവംബറിലാണ് ഉത്തർപ്രദേശിലെ സംഭലിൽ ഷാഹി ജുമാ മസ്ജിദിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം സർവേക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തടയുകയും അത് പിന്നീട് ഒരു വലിയ വർഗീയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുള്ളത്. 5-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകളും കടകളും വാഹനങ്ങളും തീവച്ച് നശിപ്പിക്കുകയുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് മണിക്കൂറുകൾ നീണ്ട ഇടപെടൽ നടത്തിയായിരുന്നു ആ ഒരു സംഘർഷം വലിയൊരു കലാപത്തിലേക്ക് വഴിമാറാതെ അന്ന് ഈ ഇടപെടൽ നടത്തുകയും അവിടെ ക്രമസമാധാന നില ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. അടുത്തിടെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തവരുടെ പേരും വിവരവും ഫോട്ടോയും ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ ഉത്തർപ്രദേശിന്റെ എല്ലാ ജില്ലകളിലും അന്വേഷണ സംഘം പതിപ്പിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇന്നിപ്പോൾ ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ സമാജ്വാദി പാർട്ടിയുടെ MP-യും MLA-യുടെ മകനും ഉൾപ്പെടെ 23 പ്രതികളുടെ പേരാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 800-ലധികം കണ്ടാൽ അറിയാവുന്നവരും ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.